ഇതാണ് പറഞ്ഞു ഇത് പണമാണെന്ന്. ഇനി എന്താ ഇതാണ് ഞവരക്ക്. ആരാണ് പറയുന്നത്? കുറെ വർഷമായിട്ട് എനിക്ക് സാറില്ല. രാജാവേ, ഞാൻ രാജാവിനെ ഇരുത്തിക്കൊണ്ട് പറയല്ല. ഇരുന്നോട്ട് പറയാം. അതെ, രാജാവ് കുറച്ചു കാലമായിട്ട് ഞാൻ എന്റെ മനസ്സിൽ വളരെ സുന്ദരനായിട്ട് എനിക്ക് തോന്നുന്നു. എന്ത്? വളരെ മനോഹരനായിട്ട് എനിക്ക് തോന്നുന്നു. എന്താ സുന്ദരനായി? സത്യമാണ് പറയാം. സത്യം. ആരുടെ? ഈ രാജപുരില് ഒരു 100 പൊന്മണം കൊടുക്കും. ഉത്തരപോലെ. അത് മാത്രമല്ല, ഈ നാട്ടിലുള്ള സ്ത്രീകൾക്ക് മുഴുവൻ രാജാവിനെ മനോഹരമായ മോഹം കാണാനായിട്ട് ആകാശത്തോടെ കാത്തിരിക്കുകയാണ്. എന്താണ് രാജപുരി പറയുന്നത്? അവരുടെ സുന്ദരമാണ് നിങ്ങൾ. അന്ന് ഈ പറയുന്ന പരമാർത്ഥമാണോ? സത്യം. ആരുടെ? ഇവിടെ തന്നെ ഈ രാജപുരില് ഒരു 100 പൊന്മണം കൊടുക്കും. എന്താ ചെയ്യുക? ഇങ്ങനെ കൊണ്ട് തുടങ്ങിയാൽ പ്രജകൾക്ക് അല്ലെ തരാന്ന് പറഞ്ഞിട്ട് തരുന്നില്ലല്ല. താങ്കൾ എന്നെ ഒന്ന് സുഖിപ്പിച്ചു, തിരിച്ച് ഞാനും ഒന്ന് സുഖിപ്പിച്ചു. സുഖത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കും ഒന്ന് സുഖിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഉത്തരവ് പോലെ കൊണ്ടുവരും. മാത്രം പോലുള്ള സുഖം പോരാ. ഇത്ര എല്ലാവരും ചോദിക്കട്ടെ. അല്ല രാജഗുരു, ഇതൊക്കെ ഒന്ന് പഠിച്ചു കളഞ്ഞ് വൃത്തി നിനക്ക് നടന്നുകൂടെ? രാജഗുരു അല്ലാണ്ടായി. എന്തിന് 2 ക്ലാസ് വിളിച്ചു? ഞാൻ മാത്രമേ സൂചിക്കുന്നുള്ളൂ. ഞാൻ കുറെ കാലമായിട്ട് എന്നെ പറ്റിക്കുക. എന്താണ്? ചൂതുകളിൽ അങ്ങ് പോക്കും ഞാൻ ജയിക്കും. പക്ഷെ തരാനുള്ള പണം ഒന്നും എനിക്ക് തരുന്നില്ലെന്ന്. തനിക്ക് ഞാൻ ചൂതുകളി തോക്കാൻ എത്ര പണം തരാനുണ്ട്? 100 പൊന്മണം. അത്രയേ ഉള്ളൂ. താൻ ചൂതുകളിൽ എന്നെ പറ്റിക്കുകയാണ്. അല്ല, എന്നെ പറ്റിക്കാൻ താൻ ജയിക്കുന്നു. അല്ല, അതുകൊണ്ട് ആ പൈസ ഞാൻ തരാം. അതിന് പകരം ഇന്ന് മുതൽ നമ്മൾ പുതിയ കളി കളിക്കും. പുതിയ കളി. ആ കളിയിൽ ജയിക്കുകയാണെങ്കിൽ 100 പൊന്മണത്തിന് പകരം 200 പൊന്മണം ഞാൻ തനിക്ക് തരും. എനിക്ക് തരും. അതെ, ശരി. ഏതാണ് ആ കളി? സാത്വികളി. ഈ മത്സരത്തിൽ ഞാൻ ജയിച്ചാൽ നിനക്ക് പറയാനുള്ള 100 പൊന്മണത്തിന് പകരം 200 പൊന്മണം ഞാൻ തരും. നേരെ മറിച്ച് നീ ജയിച്ചാൽ നീ എനിക്ക് പൈസ തരുവേ വേണം. ഉത്തരവ് പോലെ ഞാൻ വിളിക്കാം. രാജാവെണ്ണ രാജാവിന്റെ പണം കൊടുക്കാവുള്ളൂ. അതെ, അപ്പൊ രാജാവെണ്ണ ഞാൻ അപ്പൊ ഞാനാണ് വിളിക്കേണ്ടത്. നീ വിളിക്കണം. 1 2 3 4 5 6 7 8 9 10 വിളിക്കാൻ ആരല്ലേ? അടിയ നമ്മുടെ രാജ്യത്ത് കഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ജലമില്ലാതായി വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് എത്രയും വേഗം വരൾച്ച മാറ്റി ജലത്തിനുള്ള എന്തെങ്കിലും പണി ചെയ്തില്ലെങ്കിൽ നമ്മുടെ രാജ്യം ദുരന്തത്തിലേക്ക് മാറും. രാജഗുരു, ഇതിനെന്താണ് ഒരു പ്രതിവിധി? ഇതിന്റെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ 1 ലക്ഷണം നോക്കി പറയാൻ പറ്റും. എങ്കിൽ വേഗം 10 ലക്ഷണം നോക്കി പറയൂ രാജഗുരു. എന്നാ രാത്രിയുടെ കാര്യങ്ങളൊന്നും നോക്കിയാലോ? അതിൽ ഈ അക്തി പോരാ, ഈ കൊട്ടാരം കത്തിക്കേണ്ടത്. ഒരു കോര മനത്തിന് ക്ഷിപ്രഗോപിയായ ഒരു മുനിയുണ്ട്. ക്ഷിപ്രഗോപിയോ? അതാണ് ക്ഷിപ്രഗോപി. അദ്ദേഹത്തിനൊരു മകനുണ്ട്. അവനെ കൊണ്ടുവന്നാൽ ഇവിടെ വെള്ളം കൊണ്ടുവരാം. രാജഗുരു, ആ കുമാരൻ വന്നാൽ നമ്മുടെ രാജ്യത്തെ ഈ വരൾച്ച മാറിക്കിട്ടും. തീർച്ചയായും മാറിക്കിട്ടും. അതിന് നാം എന്ത് ചെയ്യണം രാജഗുരു? അവന് കന്യകയായ ഒരു പെണ്ണ് വേണം. കന്യക? ആ പെണ്ണ് എന്ന് അവനെ വശീകരിച്ച് ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ ആരാണുള്ളത്? അങ്ങനെ ഒരാളുണ്ട്. അതാര്? മാലിനിയുടെ മകൻ വൈശാലി. എങ്കിൽ വൈശാലി എത്രയും വേഗം കൊട്ടാരത്തിലെത്തി. ഉത്തരവ് പോലെ.
വൈശാലിയെ നാം വിളിപ്പിച്ചത് വൈശാലിയെ നാം ഒരു ദൗത്യം ഏൽപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ രാജ്യം കൊടും വരൾച്ചയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷ നേടാൻ കൊടും വനത്തിൽ താമസിക്കുന്ന വിമാന മുതർച്ചി എന്ന് പറയുന്ന ഒലിവലിയുടെ ഏകമകൻ അദ്ദേഹത്തിനെ വശീകരിച്ച് നമ്മുടെ ഈ രാജ്യത്ത് എത്തിച്ചാൽ നമ്മുടെ രാജ്യത്ത് മഴ പെയ്യും. അപ്പം വൈശാലി ഈ ദൗത്യം ഏറ്റെടുക്കും. എന്നെ സെലക്ട് ചെയ്തു. അപ്പോ എന്റെ മെനു എങ്ങനെയാണ്? അയ്യോ, ഏത് വഴി? ഐ മീൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. എന്റെ പേയ്മെന്റ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ട്രാവൽ എക്സ്പെൻസ്. ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കില്ല. നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. ഇല്ല, ഞാൻ പേയ്മെന്റ് കുറയ്ക്കാം. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് ഒരു 7 കുതിരയെ കൂട്ടിയാൽ 14 അംഗരക്ഷകന്മാർ മതി. എന്തിന് മണ്ടത്തരമാണ് ഈ പറയുന്നത്? 7 കുതിരയെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ രഥം ആര് വലിക്കാൻ പോകുന്നു? ഒരു 10,000. നിനക്ക് ഞാൻ വേറൊരു വാഹനം ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. ആദ്യം മതി തൽക്കാലം. ആരെവിടെ? ഇവിടെ ഉണ്ടല്ലോ. നീ എവിടെ? ഞാൻ ഇവിടെ. വാ ഇവിടെ. കണ്ടു. സേനാപതി എവിടെ? സേനാപതി മുറ്റത്ത് നിന്ന് തേങ്ങ ഒതുക്കുക. വിളിക്കാം. സേനാപതി, സേനാപതി ഒന്നാലും സേനാപതിയെ നാം വിളിപ്പിച്ചത് ഈ നമ്മുടെ ഈ വൈശാലിയെ കൊണ്ട് ഉൾക്കാട്ടിൽ വിഭാഗ മഹർഷിയുടെ കാട്ടിലെത്തിക്കണം. നമ്മുടെ വൈശാലിയെ ഉത്തരവ് വളരെ സുരക്ഷിതമായി എത്തിക്കണം. തീർച്ചയായും ഓക്കെ, ഞാൻ എത്തിച്ചുകൊള്ളാം. പോയി വരൂ മകനെ, പോയി വരൂ. വരൂ. വേറെണ്ട, ഇത് പഞ്ചറാ. നമ്മൾ അവിടെ ചെന്നിട്ട് പോവാ. വണ്ടി ഓടിച്ചിട്ട് മകനെ കുമാര, നീ വേദങ്ങളെല്ലാം പഠിച്ച് വലിയൊരു മുനിശ്രേഷ്ഠനാകാൻ പോവുകയാണ്. അവനൊരു ചോദ്യം ചോദിക്കട്ടെ. ഋതുവേദം, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, ഈ വേദങ്ങളിലെല്ലാം ഏത് വേദമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്? രതിനിർവേദം. മനസ്സിലായില്ല. എന്താ രതിനിർവേദം? നമ്മളത് മുടിഞ്ഞു പോകുന്നതാണ്. നീ കാട്ടിക്കൊണ്ടല്ലോ ജീവിതം മൊത്തം പാക്കി നടക്കുന്നത്. എന്നാ പണിയാണ് നീ കാണിക്കുന്നത്? ഇവിടെ നിനക്ക് കോൺസെൻട്രേഷൻ ഇല്ല, ഏകാഗ്രത ഇല്ല. അതിന്റെ അങ്ങനെ പറഞ്ഞത് പറഞ്ഞോ. നിന്റെ കഞ്ചാവിയാണ് മാതിരി. ഇവരൊക്കെ ദൈവമേ എങ്ങനെ എനിക്ക് വന്ന് ജനിച്ചു എന്ന് പഠിച്ചവര് വേദം നോക്ക്. നമ്മുടെ അച്ഛനാണോ വാദ്യാറാൻ പിടിക്കാൻ പോണിച്ച് വരുന്നുണ്ട്. എന്റെ പൊന്നു സാറെ, കാറ്റിൽ കുടില് കെട്ടി കള്ളക്കാറ്റ് തുടങ്ങിയുള്ള സത്യമാണ്. ഒരു കുടില് വ്യവസായമാണ്. അച്ഛനെ ചേർന്ന് പെട്രോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വാറ്റ് പറഞ്ഞോളാ സാറെ. പച്ചനായിരുന്നു പെട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ സാങ്ഷൻ എടുത്താ. പക്ഷേ സംഗതി ഉണ്ടാക്കി വന്ന പറഞ്ഞു ഇവിടെ വേറെ സാധനം ലാഭത്തോടും ഒന്ന് കത്തിയൊക്കെ ഇറങ്ങുക. പിന്നെ ഞങ്ങൾ പുറത്തു കൊടുക്കാൻ പറ്റില്ല. ഒന്നും ചെന്നടിക്കുമായിരുന്നു. കാരണം വിഷയങ്ങൾ പാവോ സാധനങ്ങൾ. എന്റെ മോടെ കല്യാണം 28-ാം തീയതി. കല്യാണം വിളിക്കാൻ വേണ്ട. 28-ാം തീയതി വൈകിട്ട് വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. നിന്റെ ഒരു 10 തന്നെ സാധനം വൈകിട്ട് വീട്ടിൽ കൊടുത്തരണം. എന്നാൽ 28-ാം തീയതി 28 മകനെ ഓല 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 ഓലമ്മ ഓല 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 അടി ജനിക്കാത്ത വന്നില്ലേ? പാട്ട് പാടുന്നു. താളിയോളം സാധാ ഈ മാസം 28 ഈ മാസം 28 ഉണ്ട്.
പക്ഷെ 28-ാം തീയതി ഞാനില്ല. എനിക്കൊരു 28 കെട്ടെടുത്ത് പോകണമെന്ന്. 28 കെട്ടിന് നിനക്ക് പോകണം. ഒരു കാര്യം ഞാൻ നിന്നെ ഇപ്പം കൊണ്ടുപോയേക്കാം. അപ്പൊ നീ ഇങ്ങനെ എഴുതിട്ട് പോകണം. ഇത് 27 രാത്രി വരാം. 10 കന്നാസ 10 കവറിലെ 10 കന്നാസ പറഞ്ഞിട്ട് കളിപ്പിക്കാനേ ഉള്ളൂ. കണ്ടേക്കത് ഇവിടെ സാധനം തരാം. അപ്പൊ 28-ാം തീയതി വൈകിട്ട് മോനെ സാധനം കൊടുത്തില്ലെങ്കിൽ നീ ഉണ്ടതിനും ഞാനും ഉണ്ടായിരുന്നു. പച്ചരി നാട്ടിൽ പോയിട്ട് കുറച്ച് ചക്കരി കുറച്ച് ബാറ്ററിയൊക്കെ സംഘടിപ്പിച്ചിട്ട് വരാം. മോൻ ഈ കാട്ടിൽ നല്ല വെടിക്കെട്ട് അട്ടകൾ കുറെ തേളും കുറെ പല്ലിയോ വരാനോ ഉടുമ്പോ ഒക്കെ പിടിക്കണം. എത്ര ഭാഗം ഉണ്ടാക്കണം. ആഴ്ച മുഴുവൻ പെരുത്തം കയറണം. ഇതെന്താണ് ഞാൻ കാണുന്നത്? ഇതെന്തൊക്കെയാണ്? ആരാണ് നീ? ഞാൻ വൈശാലി, അപ്പുറത്തെ ആശ്രമത്തിലെ മുനികുമാരിയാണ് ഞാൻ. പക്ഷെ ഞാൻ ഇന്നവരെ എവിടെയും കണ്ടിട്ടില്ല. ഇതെന്തൊക്കെയാണ്? എന്താ ഈ കാട്ടിയത്? ഇത് ഞങ്ങളുടെ ആദ്യത്തെ മര്യാദയാണ്. ഇതാണ് ആദ്യത്തെ മര്യാദയിൽ അവസാനത്തെ മര്യാദ എന്തായിരിക്കും? അതെ, പച്ചകുത്തു. മനസ്സിലായില്ല. ഈ പച്ചകുത്തൂന്ന് കുത്തും 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 കുത്തും. ഈ പച്ച എന്തിനാ പുറകെ കുത്തുന്നേ? അക്ഷരം തെറ്റിയാൽ നിങ്ങൾ കാണൂല്ല, അതുകൊണ്ടാ. ആരാണ് മര്യാദക്ക് പറഞ്ഞോ? കളിയാക്കാനുള്ള പരിപാടി ആരാണ്? നീ എല്ലാം മറക്കുന്നു. നീയാണ് പേരെന്റെ മറന്നുപോയത്. ഞാനെല്ലാം മറന്ന. എന്തായിരുന്നു പേര്? എന്റെ ഋഷി എന്റെ പേരിനറിഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നീ നിന്റെ ദൗത്യം മറക്കുന്നു. അവൾ നിന്നെ തേച്ചിട്ട് പോവും. പിന്നെ നീ അനുഭവിച്ചോളും. നീ അവിടെ ഇരുന്നോണ്ട് നിന്റെ കാര്യം നോക്കിയാൽ മതി. മനസ്സിലായ? മര്യാദ പേര് ഓർത്ത് പഠിക്കാൻ നോക്ക്. എന്താ പശ്ചാത്തലക്കേണ്ടി വരും. നീ പശ്ചാത്ത അവിടെ കല്ലുണ്ടോ? എന്താ നോക്കുന്നേ? ആരാണ് നിങ്ങൾക്ക്? ഇത് ഞങ്ങളുടെ രാജ്യത്തെ രാജാവാ. ഇത് ഞങ്ങളുടെ കുറ്റിയാണ്. ഞങ്ങളുടെ രാജ്യത്തെ കുറ്റിയാണ്. ഇവിടെ ഒരു ദൗത്യവുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെ വളച്ചുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തെത്തിയാൽ ഞങ്ങളുടെ രാജ്യത്ത് മഴ പെയ്യും. ആണോ? അതെ അതെ. എന്നാൽ ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ ഞാനും ഈ കുട്ടിയും തമ്മിൽ പ്രേമത്തിലാണ്. അമ്മടെ ജിഞ്ചില്ലാക്കിടി പ്രേമമോ? ഞാൻ പ്രേമിക്കുക മാത്രമല്ല, പ്രേമിച്ച് വിവാഹം കഴിച്ച് ഇവിടെ തന്നെ ഞങ്ങൾ താമസിക്കുകയും ചെയ്യും. നിങ്ങൾ വിവാഹം കഴിച്ചോളൂ. പക്ഷെ അത് ഞങ്ങളുടെ രാജ്യത്ത് വന്ന് താമസിച്ചാൽ എന്താണ് കുഴപ്പം? ഒരിക്കലുമില്ല. അങ്ങോട്ട് വരാതെ ഞങ്ങൾ ഇവിടെ തന്നെ സുഖമായിട്ട് ജീവിക്കും. കുമാര, ഒരു കാര്യം പറയട്ടെ, മനസ്സിലാക്കണം. ഈ കൊടും കാട്ടിൽ താമസിച്ചാൽ കായ്കനികളും കിഴങ്ങുകളും എല്ലാം കഴിക്കാൻ കിട്ടൂ. ഗ്യാസിന്റെ കംപ്ലൈന്റ് ഉണ്ടാകും. അവിടെയാകുമ്പോൾ അമൃതത്തുണ്ട് ജീവിക്കാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ താമസിക്കൂ. അത് മാത്രമല്ല, ഇപ്രഭൂമിയെ നിന്റെ അച്ഛൻ നിന്റെ കവളടിച്ച് പൊട്ടിക്കും. വൈശാലി ഈ രാജനെ എന്നെ ശപിച്ചു പാറയാക്കും. രാജാവ് പാറയാവുന്ന അവസ്ഥ അരിമ്പാറ പോലെ ആയിരിക്കും. ഈ അച്ഛൻ വന്നു. ഏത് പള്ളിയിൽ? പള്ളിയിൽ ആശ്രമത്തിലെ അച്ഛൻ, എന്റെ അച്ഛൻ. അയ്യോ, അത് ഞാനറിഞ്ഞു. അല്ല, ആൾ പോലെ. ക്ഷമിക്കണം മുനീർ ഭായി, ക്ഷമിക്കണം മുനീർ ഭായി, ക്ഷമിക്കണം. മുനീറോ? മുനീറല്ല, ഞാൻ മുനിയാണ്. അതെ, മുനി ഭായി ക്ഷമിക്കണം. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അത് ആർക്കും എന്തൊക്കെ മനസ്സിലാവുന്നില്ല. അതെ, അങ്ങയുടെ മകൻ ഞങ്ങളുടെ രാജ്യത്തെ കുട്ടിയെ പ്രേമിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. എന്റെ മകൻ? അതെ. എന്നെ കാട്ടിക്കുട്ടിയത് പ്രേമിച്ച് പോയി സാർ. അപ്പൊ വന്നു കയറിയതാ. ഒരു കാര്യം, മീനക്കാർ ഞാൻ ചോദിക്കുന്നത് പച്ചക്കറി കൂട്ടി മടുത്തിരിക്കുകയാണ്.
അതിന് ഇവിടെ തന്നെ നിർത്തിക്കോ, അങ്ങോട്ടൊന്നും പറഞ്ഞില്ല. നീ പ്രേമിച്ച കേട്ടോ, കല്യാണം ഞാൻ നിർത്തില്ല. സന്തോഷമാണ്, എനിക്ക് സന്തോഷമാണ്. അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞങ്ങൾ വന്നത്. ഇല്ല, കൂട്ടിക്കൊണ്ട് പോകണ്ട, അവരിവിടെ താമസിക്കും. മുനീർ ഭായി അങ്ങനെ പറയരുത്. മുനി മുനി അങ്ങനെ പറയരുത്. എങ്ങനെ പറയണം? ഈ കുമാരനും കുമാരിയും ഞങ്ങളുടെ രാജ്യത്ത് എത്തിയാൽ എന്റെ രാജ്യത്ത് മഴ പെയ്യുള്ളൂ. അത് ആട്ടി കളയാതെ. അല്ല, അതൊന്നും നടക്കില്ല. ആ കുട്ടി ഇവിടെ വേണം. കാരണം വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പച്ചക്കറി കൂട്ടിയിരിക്കുന്ന ഞങ്ങൾക്ക് ആ കുട്ടി കുറെ മീൻകറി വെച്ച് തരട്ടെ. അതല്ലേ എന്റെ രസം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഞങ്ങളുടെ നാട് വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് അയക്കണം മഹാപ്രഭു. നിങ്ങൾ ഏത് രാജ്യമാണെന്ന് പറഞ്ഞു? ഞങ്ങൾ അംഗരാജ്യത്തു നിൽക്കുന്നു. അംഗരാജ്യം? അതെ. അപ്പോൾ ഈ കുട്ടി ഞാൻ മാലിനിയുടെ മകൾ വൈശാലി. മാലിന്യയുടെ മകൾ ആ. വൈശാലി. ഇത് നടക്കില്ല. അപ്പൊ അച്ഛൻ ആദ്യം സമ്മതിച്ചിട്ട ഞാൻ അമ്മ സമ്മതിച്ചു. പക്ഷെ ഈ നിൽക്കുന്ന കുട്ടി നിനക്കറിയുമോ, ഒരു ദിവസം മഴയിലായിരുന്ന സമയത്ത് ഈ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി ഞാനാ പോയി മഴ പെയ്ച്ചത്. അന്ന് മാലയിലുണ്ടായ ഒരു സിഗ്നേച്ചർ പോലെ ഇരിക്കുന്ന കുട്ടി ഈ കുട്ടികളുടെ അപ്പൊ പണ്ട് എന്റെ രാജ്യത്ത് മഴ പെയ്ക്കാൻ വന്നത് അങ്ങാണോ? ഞാനാ മഴ പെയ്ച്ചു. കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. മുനിവരിയ, സത്യം എനിക്ക് മനസ്സിലായില്ല. അങ്ങ് എനിക്ക് മനസ്സിലായില്ല. എന്നോട് ശ്രമിക്കണം മുനിവരിയ. അന്ന് അങ്ങേക്കൊന്നും തരാൻ എനിക്ക് സാധിച്ചില്ല. അതെ, ഒന്നും തരാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ പതിനെ കഴിഞ്ഞ് ഓടുമല്ലോ. എനിക്ക് പറ്റില്ല. എന്നോട് ശ്രമിക്കണം. എന്നോട് ശ്രമിക്കണം. ഈ അവസരത്തിൽ എനിക്കതിന് പ്രത്യുപകാരം ചെയ്യണം. എനിക്കതിന് പ്രത്യുപകാരം ചെയ്യണം. രണ്ടു കൈ വിട്ട് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. എനിക്കതിന് പ്രത്യുപകാരം ചെയ്യണം. എനിക്കതിന് പ്രത്യുപകാരം ചെയ്യണം. എന്റെ രാജ്യത്ത് വന്ന് പോക്കറ്റാൻ കാണിച്ചിട്ട് இங்க நான் தான் கிங். நான் வச்சதான் ரூல்ஸ். அந்த ரூல்ஸ் என் இஷ்டத்துக்கு அப்பப்போ மாத்திட்டே இருப்பேன். அது கட்சி பண்ணி கேட்டு ஃபாலோ பண்ணுவேன். அதை விட்டுட்டு ஏதாவது அடாவடித்தலை பண்ண நினைச்ச உன்னை கண்ட துண்டமா வெட்டி கழிச்சு போட்டுடுவேன். ஹொக்கோ டைகர் தான் ஹொக்கோ.